ഹലോ തിരക്കില്ലെങ്കിലേ ഒറ്റ സെക്കൻഡേ ഇച്ചിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില മേലെ ഞങ്ങൾ നുള്ളിയിട്ടാലോ. 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ കിച്ചണിലേക്ക് വേണ്ടുന്ന കുഞ്ഞു ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കിച്ചണൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ജോലി തുടങ്ങണമെന്ന് വിചാരിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പരിപാടി തുടങ്ങിയാലോ. ഇനി സീരിയസ് ആണ്, ഇനി തമാശയും കളിയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെച്ച കറിവേപ്പില ഇതുപോലെ ഇട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇനി അടുത്തത് ഇതുപോലുള്ള വെജിറ്റബിൾ സ്റ്റോറേജ് ബോക്സ് കിട്ടും കേട്ടോ. അത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഇതുപോലെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ വെക്കുന്ന സമയത്ത് ജസ്റ്റ് ടിഷ്യൂവും കൂടെ വെച്ച് കൊടുക്കണം. ഇതുപോലെ വെറ്റായ ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേറെ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ മല്ലിയില കഴുകുന്ന സമയത്ത് ഇത്തിരി വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നർ ബോക്സിൽ ഫസ്റ്റ് ടിഷ്യൂ വെച്ച് കൊടുത്ത് മല്ലിയില ഇട്ട് അതിൻ്റെ മുകളിലും കൂടെ ടിഷ്യൂ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു കുറേ യൂസ് ചെയ്യാം കേട്ടോ. ഏത് വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും ടിഷ്യൂ വെറ്റാകുന്ന സമയത്ത് ആ ടിഷ്യൂ മാറ്റിയിട്ട് ഡ്രൈ ടിഷ്യൂ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.